ഹായ് ഹലോ സിജിയാണ് കേട്ടോ. രാവിലെ ഞാൻ കത്താളൊക്കെ ആയിട്ട് എന്താണ് പരിപാടി എന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒന്നും വെട്ടാനല്ല, ആരും പേടിക്കേണ്ട മക്കളെ. ഈ കത്താളും ഈ വീഡിയോയൊപ്പം നിങ്ങളെയും ഞാൻ കൊണ്ടുപോകാം ഒരു സ്ഥലത്തേക്ക്. ഇതാണ് നമ്മുടെ അരളിച്ചെടി. ഇപ്പോൾ വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന, ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് അരളിച്ചെടി. ഈ ചെടി നല്ല ചുവപ്പ്, വെള്ള, മഞ്ഞ, പിങ്ക് എന്നീ നിറങ്ങൾ കണ്ണുകളെ ത്രസിപ്പിച്ച് മയക്കുന്ന അതിസുന്ദരിയായ ചെടിയാണ്. എല്ലാ റോഡ് വക്കിലും അവിടെയും ഇവിടെയും ഒക്കെ കാണുന്ന ഈ ചെടി അതിമാരക വിഷമാണെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഹൈബ്രിഡ്, നാടൻ, ഒരടുക്ക്, രണ്ടടുക്ക്, മൂന്നടുക്ക്, അഞ്ചടുക്ക് എന്ന് വേണ്ട അങ്ങനെ പല അടുക്കുകളിലും പല നിറങ്ങളിലുമുണ്ട് നമ്മുടെ ഈ അരളിച്ചെടി. അങ്ങനെ ഞാനും നട്ട് വളർത്തിയിട്ടുണ്ട് 3 അരളിച്ചെടി. കണ്ടില്ലേ, ഇതാ 3 അരളിച്ചെടി. ഒരു കശ്മലൻ എന്നെ പറ്റിച്ചതാണ് കേട്ടോ. 3 കളറാണെന്നും പറഞ്ഞ് തന്നതായിരുന്നു. പക്ഷേ പൂത്തപ്പോഴാണ് മനസ്സിലായത് ഇത് 3 ഒരു കളറാണ്. ആ കശ്മലൻ എന്നെ പറ്റിച്ചു ഗൈസ്. അപ്പോൾ ഇത് ദാ നല്ല ഭംഗിയിൽ പൂത്ത് വന്നിട്ടുണ്ട്. 3 നല്ല പിങ്ക് കളറാണ്. ചുവപ്പ്, വെള്ള, മഞ്ഞ എന്ന് പറഞ്ഞ് എന്നെ അടിച്ചേൽപ്പിച്ച ചെടികളാണ് ഇത്. നട്ട് പൂത്തപ്പോഴത്തെ എല്ലാം പിങ്ക് കളർ തന്നെയാണ്. ഈ പിങ്ക് കളർ സാധാരണ എല്ലായിടത്തും കാണുന്നതില്ലേ. അപ്പോൾ ചുവപ്പും മഞ്ഞയൊക്കെ കിട്ടിയാൽ അതൊരു കാര്യം തന്നെയാണല്ലോ എന്ന് കരുതിയാണ് ഈ 3 ചെടിയും വളരെ തുച്ഛമായ റേറ്റിലൊക്കെ ആയിരുന്നു അതൊക്കെ കൊടുത്ത് വാങ്ങി മക്കളെ പോലെ നട്ട് വളർത്തിയത്. തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് കരുതി താലൊലിച്ച് പുന്നരിച്ച് പൂക്കുന്നതും കാത്തിരുന്ന് നട്ട് വളർത്തിയതാണ്. ഇത് ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസിലും എത്തിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ അടുത്തൊക്കെ വന്ന ന്യൂസുകളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായ ഒരു കാര്യം, അത്യാവശ്യം ഒരു മനുഷ്യനെ കൊല്ലാൻ ഈ ഒരു ചെടി ധാരാളം മതി എന്നാണ്. ഇത്ര നാളും അറിഞ്ഞില്ലേ, എല്ലാവരും വളർത്തുന്ന ചെടിയല്ലേ എന്നൊക്കെ എല്ലാവരും കരുതുമെങ്കിലും നമ്മൾ ഇത്രയും മാരകമായ ഒരു വിഷമാണെന്ന് അറിഞ്ഞിട്ടും ഇതിനെ വീട്ടിൽ വളർത്തുന്നത് ശരിയാണോ? എൻ്റെ ഇവിടുത്തെ ഇളയ കുരുപ്പിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത്രയും കൈ കിട്ടുന്ന ഇല അത്രയും പറിച്ച് വായിൽ വെച്ച് ചവയ്ക്കുന്ന ശീലവുമുണ്ട്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ ഒരു റിസ്ക് എടുക്കുന്നത്? അപ്പോൾ അതാ കണ്ടില്ലേ, ഇത് 3 എണ്ണത്തിനെയും നമ്മൾ ഇതാ പുറിഞ്ച വെട്ടിക്കളയാൻ പോവുകയാണ്. മനസ്സിന് ഇത്തിരി വിഷമമുണ്ട്. കാരണം ഒത്തിരി നാളായിട്ട് കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നേരം മുടങ്ങാതെ വെള്ളം ഒഴിച്ച് നട്ട് വളർത്തിയതാണ്. എങ്കിലും നമ്മളെ മക്കളെ കാട്ടി വലുതല്ലല്ലോ ഒന്നും, അല്ലേ? ഇതിൻ്റെ പൂവ് വീണ വെള്ളം പോലും അതിമാരക വിഷമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആമ്പൽ കുളത്തിലുള്ള ഗപ്പികളുടെ അവസ്ഥ എന്താവോ എന്തോ. അപ്പോൾ അതേതായാലും നമുക്ക് പിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. 2 ദിവസം ഇവിടെ ആളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ വീണ് ആകെ നാശകോശമായിട്ടുണ്ട് നമ്മുടെ ആമ്പൽക്കുളം. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന ചട്ടി ഇവിടെ നിന്ന് വലിച്ചു നീക്കി മാറ്റിയിട്ട് വേണം നമ്മളുടെ ഈ അരളിച്ചെടിയെ നമ്മൾ വെട്ടി നശിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വലിച്ചു നോക്കാം. അയിലസ പോരുന്നില്ല, ഒന്നുകൂടെ ആഞ്ഞ് വലിച്ചപ്പോൾ പോന്നിട്ടുണ്ട്, ഈസി ആയിട്ട് പോന്നിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വലിച്ചു നീക്കിയതിന് ശേഷം നമ്മുടെ അരളിച്ചെടിയെല്ലാം നമുക്ക് വെട്ടി നശിപ്പിക്കാം. ഇത് നമ്മുടെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ചെടിയാണ്. യെസ്റ്റർഡേ, ടുഡേ, ടുമാറോ എന്നൊക്കെ പേരുകൾ പലതുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റെഡ് പാമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അരളിച്ചെടിയെ വെട്ടി നശിപ്പിക്കുക എന്നാണ്. എന്നാലും പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. അപ്പോൾ നമ്മുടെ അരളിച്ചെടിയെ നമുക്ക് വെട്ടി അങ്ങ് ഒതുക്കി വയ്ക്കാം. അരളിച്ചെടി മാത്രമല്ല മറ്റൊരു വിഷച്ചെടി കൂടി നമ്മൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നമ്മൾ ഇതിനെ വെട്ടി കളയുകയാണ് ഗൈസ്. അങ്ങനെ പൊന്നുപോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് വളർത്തിയ എൻ്റെ അരളിച്ചെടികളെയാണ് ഈ വെട്ടി വാരിക്കൂട്ടിയിരിക്കുന്നത്. കത്തിക്കാൻ ഒരു നിവർത്തിയുമില്ല മക്കളെ. കത്തിച്ചാൽ അതിൻ്റെ പുക വരെ മാരക വിഷമാണ്. പിന്നെ വാരി റോഡിൽ കളയാമെന്ന് വെച്ചാൽ വല്ല ക്രാവുകളും തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് 8ന്റെ പണിയാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇവിടെ ഇട്ട് ഉണക്കിയതിന് ശേഷം അതിൻ്റെ ഇലയും കമ്പും ഒക്കെ മണ്ണിൻ്റെ അടിയിലാക്കി നമുക്ക് കുഴിച്ചു മൂടിയെടുക്കാം. ഇതിനെ വെട്ടിക്കളഞ്ഞത് എനിക്ക് അതിയായ സങ്കടമുണ്ട് കേട്ടോ. ഇതിൻ്റെ സങ്കടത്തിൻ്റെ എക്സ്പ്രഷനാണ്, ആരും തെറ്റിദ്ധരിക്കൽ. റിയൽ ആയിട്ട് സങ്കടമുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് യാതൊരു ആവശ്യവുമില്ലാതെ ഞാൻ നട്ട് വളർത്തിയതാണ് ഇതാ ഈ എരിക്ക്. റോഡ് സൈഡിൽ നിന്ന് എരിക്കിനെ വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വളർത്തി ഇപ്പോൾ വെട്ടിക്കളയേണ്ട അവസ്ഥയായിട്ടുണ്ട്. അരടി പോലെ തന്നെ മാരകമായ വിഷമാണ് ഇതിൻ്റെ കറയുമൊക്കെ. ഇത് എരിക്ക്, ഇത് പിങ്ക് കളറിലും വൈറ്റ് കളറിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ റംബുട്ടാൻ നേരെ നിൽക്കാൻ വേണ്ടി റംബുട്ടാനെ പിടിച്ചു വലിച്ച് ഈ എരിക്കിൽ കെട്ടിയിട്ടുണ്ട്. അതുമൊക്കെ ഒന്ന് അഴിച്ചു കളഞ്ഞ് ഇതിനെ നമുക്കും അറിഞ്ചോ പൊറിഞ്ചോ ഇതിനെയും ഒന്ന് വെട്ടിക്കളയാം. അരളി, എരിക്ക് ഇത് രണ്ടും മാത്രമല്ല ഒത്തിരി ചെടികളുണ്ട്. സർപ്പപ്പോള, നമ്മുടെ ചെമ്പകം, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് നമ്മൾ വീട്ടിൽ പുന്നരിച്ച് താലോലിച്ചൊക്കെ വളർത്തുന്ന മാരകമായ വിഷമുള്ള ചെടികൾ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അറിഞ്ചപ്പുറിഞ്ചം വെട്ടി നശിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. ഇനി ഒരു കാരണവശാലും നീ പിടിച്ചു വിടരുതെന്ന വാശിയോടുകൂടി ഇതിനെ നമ്മൾ ചവിട്ടിക്കൂട്ടി വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ഗൈസ്.
ഇത്രയും മൂർച്ചയുള്ള കത്താള് എവിടെ കിട്ടുമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? എത്ര വെട്ടിയിട്ട് മുറിയുന്നില്ല, അത്രമാത്രം മൂർച്ചയുള്ളതാണ് നമ്മുടെ കത്താൾ. എന്താണ് ഈ കത്താൾ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. വെട്ടുകത്തി, കൊടുവാള്, കത്താള് എന്ന പല പേരുകളിൽ പലയിടങ്ങളിൽ പ്രസിദ്ധനാണ് ഈ സാധനം. ഇത്രയും ക്രൂരത ആ പാവം ചെടിയോട് കാണിക്കരുതെന്ന് തോന്നുന്നവരുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഒരു നിർവാഹവുമില്ല മക്കളെ. ഇതുപോലുള്ള വിഷച്ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെയും ഇതുപോലെ വെട്ടിക്കൂട്ടി ഒരു സൈഡിലേക്ക് ആക്കുക. അപ്പോൾ ഒരു കാരണവശാലും അതിനെ പുകയത്തിടരുത്. പുക വളരെ മാരകമാണ്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കുളിച്ചിട്ട് അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകി ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. തീരെ ചൂടില്ല. അപ്പോൾ പുതിയ ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.